ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് രണ്ട് ഷാഡോ വർക്ക് ചെയ്ത് നല്ല ക്ലാസിക് ലുക്ക് ഫീൽ കിട്ടുന്ന രണ്ട് സാരീസാണ്. ഒന്ന് ബഗൽപൂരി സിൽക്കും ഒന്ന് സോഫ്റ്റ് ഓർഗൻസയിൽ ഷാഡോ വർക്ക് ചെയ്തതുമാണ്. അത് ഇത്തിരി ഹൈ ബഡ്ജറ്റ് സാരീസാണ്, ലോ ബഡ്ജറ്റ് അല്ല. ഇത്തിരി അധികമുണ്ട്. ഷാഡോ വർക്ക് തന്നെ വരുമ്പോൾ തന്നെ ബഡ്ജറ്റ് ഇച്ചിരി കൂടുതലാകും. 2000+ രണ്ട് സാരീസ്, 2000-ലും 5000-ലും ഉള്ള സാരീസാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ബഗൽപൂരി സിൽക്ക് മെറ്റീരിയൽ കോസ്റ്റും കൂടുതലാണ്, അതുകൊണ്ട് ഷാഡോ വർക്ക് കുറച്ച് അധികം ചെയ്തുകൊണ്ടാണ് ഈ ഒരു കോസ്റ്റ് വരുന്നത്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലത്തെ സാരീസ് റിക്രിയേഷൻ വല്ലതും വേണമെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇതെല്ലാം റെഡി ഫോർ സെയിലാണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ അതാണെങ്കിലും ഈ സെയിം ഇത് ഇഷ്ടമാണെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് സാരീസ് എല്ലാം കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ സാരി. ഈ ഒരു സാരി എന്ന് പറഞ്ഞ മെറ്റീരിയൽ ബഗൽപൂരി സിൽക്കാണ് മെറ്റീരിയൽ. ഒരു നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ്. ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൻ്റെ അകത്ത് പിങ്ക് ആൻഡ് ഡാർക്ക് ഗ്രീൻ കളർ ത്രെഡ് ഇട്ട് ഷാഡോ വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ബേബി പിങ്ക് അല്ല, ലൈറ്റ് പിങ്ക് ആണ്. പിങ്ക് ഷെയ്ഡ് അല്ലെങ്കിൽ റോസ് ഷെയ്ഡ് എന്ന് പറയാം. പിങ്ക് അല്ല, റോസ് ഷെയ്ഡും അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീൻ കളർ ത്രെഡും യൂസ് ചെയ്ത് ഷാഡോ വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് അതിൻ്റെ ഡിസൈനിങ് വരുന്നത്. ഒരു യു ഷേപ്പിലുള്ള ഒരു ഡിസൈനിങ് ആണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ഷാഡോ വർക്കിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈൻ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ട്രാൻസ്പെറൻസി എന്തോരമാണെന്ന് നിങ്ങൾക്ക് കാണാം. ഞാൻ കൈ താഴെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സീ ത്രൂ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. പക്ഷേ അത്യാവശ്യം ബഡ്ജറ്റിൽ വരുന്ന ഒരു സിൽക്ക് മെറ്റീരിയലാണ്. ബഗൽപൂരി സിൽക്ക് എന്നാണ്. ഇങ്ങനെ ചെക്ക് ആയിട്ടുള്ള ടെസർ ചെക്ക് സിൽക്ക് വരത്തില്ല. ടെസറിൻ്റെ ചെക്ക് ആയിട്ടുള്ള ചെക്ക് ടെസർ സിൽക്ക് സാരീസ് കണ്ടിട്ടില്ല. അതുപോലത്തെ ഒരു എഫക്റ്റ് വരുന്ന ഒരു സാരിയാണ്. അത്രയ്ക്ക് ഷൈനിങ് ഇല്ല, എന്നാലും നല്ലൊരു പാർട്ടി വെയറായിട്ട് ഉടുക്കാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ്. ഡ്രൈ ക്ലീനിങ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഹാൻഡ് വാഷിനേക്കാളും നല്ലൊരു മെറ്റീരിയൽ ഡ്രൈ ക്ലീനിങ് ആണ്. കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിങ്, ഈ മെറ്റീരിയലിൻ്റെ ലോങ് ലാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഡ്രൈ ക്ലീനിങ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഡിസൈൻ മുന്താണിയുടെ ഒരു വശത്ത് നടുക്ക് പോർഷനിലും അതുപോലെ തന്നെ മറുവശത്തും ഈ ഒരു ഡിസൈനിങ് വരുന്നുണ്ട്. അങ്ങനെ 3 ഡിസൈനിങ് ആണ് മുന്താണിയിൽ വരുന്നത്. മുന്താണിയിൽ അങ്ങനെ ഒരു ഡിസൈൻ കഴിഞ്ഞിട്ട് പിന്നെ റണ്ണിങ് പോർഷനാണ്. റണ്ണിങ് പോർഷനിൽ അതിൻ്റെ ഒരു ഹാഫ് പോർഷനാണ് മുന്താണിയുടെ ഉള്ളതിൻ്റെ. അത്രയും ഫുള്ളില്ല, അത്രയ്ക്കില്ല. യു ഷേപ്പ് പോലെയാണല്ലോ മുന്താണിയിൽ നമ്മൾ തയ്ച്ചത്, അത്രയും ഇല്ല. ഒരു ഹാഫ് വേ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ് നമ്മൾ ഇവിടെ റണ്ണിങ് പോർഷനിൽ തയ്ച്ചിരിക്കുന്നത്. അങ്ങനത്തെ തന്നെ ഒരു ഡിസൈൻ 4 ഡിസൈനാണ് നമ്മുടെ ഷോൾഡർ പ്ലീറ്റ് എടുത്തിടുമ്പോൾ ഞെറിഞ്ഞു കൊടുക്കുമ്പോൾ കാണുന്ന സൈഡിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതുപോലത്തെ 4 ഡിസൈൻ അടുപ്പിച്ച് ഒരു 3 ഇഞ്ച് ഗ്യാപ്പ്, 3.5 ഇഞ്ച് ഗ്യാപ്പിൽ വ്യത്യാസത്തിൽ 4 എണ്ണമാണ് നമ്മൾ തയ്ച്ചിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ ഇത് ഇതുപോലെയാണ് അടുപ്പിച്ച് 4 എണ്ണം ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഫ്രണ്ട് ഫുള്ളും കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ എംബ്രോയ്ഡറി പണം. ഇങ്ങനെ 4 എണ്ണമാണ് ഫ്രണ്ടിലുള്ളത്. അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ അതിപ്പോൾ ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്, ഫ്രണ്ട് പ്ലീറ്റിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ചെസ്റ്റ് പോർഷനിൽ വരുന്ന പ്ലീറ്റിലും അതുപോലെ തന്നെ ഒരു ഡിസൈനിങ് ഉണ്ട്. ഇതിൻ്റെയും കൂടെ ഈ ഒരു പാറ്റേണിൽ ഇത്രയും പോർഷനാണ് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഉള്ള ഡിസൈൻ നമ്മൾ ചെയ്തിരിക്കുന്നത്. ചെസ്റ്റിനോട് ചേർന്നിരിക്കുന്ന പോർഷനിൽ നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇതാണ് ചെസ്റ്റിനോട് ചേർന്നിരിക്കുന്ന പോയിന്റിൽ വരുന്ന ഡിസൈനിങ്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈനിങ് ആണ് ചെസ്റ്റ് സൈഡിൽ വരുന്നത്. ഈ ഒരു എക്സാക്റ്റ് കളറ്, ഈ സാരിയുടെ എക്സാക്റ്റ് കളറ് നമുക്ക് ഈ വീഡിയോയിൽ കിട്ടുന്നില്ല. ലൈറ്റ് ഗ്രീൻ ആണ്. നല്ല എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് ഈ സാരിയുടെ. ഇനി ബോട്ടം പ്ലീറ്റ്സിലാണ്. ബോട്ടം പ്ലീറ്റ്സിലൊക്കെ വർക്ക് ഉണ്ട്. 5 ഡിസൈനാണ് ബോട്ടം പ്ലീറ്റ്സിൽ വരുന്നത്. ഇങ്ങനത്തെ ഡിസൈൻ സ്റ്റാൻഡിങ് പൊസിഷനിൽ ഇങ്ങനത്തെ 5 ഡിസൈനാണ് നമ്മൾ ചെയ്തത്. 10 ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 5 ഡിസൈനാണ് നമുക്കുള്ളത്. അപ്പോൾ ബോട്ടത്തിൽ ഇതുപോലത്തെ 5 ഡിസൈൻ, ഫ്രണ്ടിൽ 4 ഡിസൈൻ, ചെസ്റ്റിൽ ഒരു ഡിസൈൻ, പിന്നെ മുന്താണിയിൽ 3 വലിയ ഡിസൈൻ, പിന്നെ റണ്ണിങ് പോർഷനിൽ ഒരെണ്ണം. ഇങ്ങനെയാണ് വരുന്നത്. ഇത് അതൊരു കസ്റ്റമൈസ്ഡ് ഓർഡറാണ്. കസ്റ്റമറിന് പറഞ്ഞിട്ടാണ്. ഇത് വിത്ത് ബ്ലൗസ് പീസ് അല്ല വരുന്നത്. മിക്സ് ആൻഡ് മാച്ച് ഇടാനാണ് കസ്റ്റമറിന് താല്പര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് കസ്റ്റമർ പിങ്ക് കളർ, റോസ് കളർ മെറ്റീരിയൽ ബ്ലൗസ് പീസാണ് ഇടുന്നത്. ബ്രൊക്കേഡ് ബ്ലൗസ് പീസ് ഇടാനാണ് അവർക്ക് താല്പര്യം. അപ്പോൾ ഇത് 5.5 മീറ്റർ സാരിയിൽ ഇതുവരെ എംബ്രോയ്ഡറിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 5750 ആണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഷാഡോ വർക്കാണ്. ബഗൽപൂരി സിൽക്കിന് റേറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഇത്രയും റേറ്റ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് 5750.
അടുത്തത് റോസ് കളർ ഓർഗൻസ, സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയലാണ്. അതിൻ്റെ അകത്ത് കുറച്ചും കൂടെ ഡാർക്കർ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഷാഡോ വർക്ക് തന്നെയാണ് ഇതിൻ്റെ അകത്തും ചെയ്തിരിക്കുന്നത്. ഒലീവ് ഗ്രീൻ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ലീവ്സും സ്റ്റെംസും തയ്ച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. മുന്താണിയുടെ ഒരു വശത്ത്, മറുവശത്തും ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ ഉണ്ട്. ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ മറുവശത്തുമുണ്ട്. പിന്നെ മുന്താണിയുടെ 2 കോർണറിൽ ഇതുപോലത്തെ ഡിസൈൻ. പിന്നെ റണ്ണിങ് പോർഷനാണ്. റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ ഒരു കുഞ്ഞ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. വലിയ പൂവും ഒരു കുഞ്ഞു പൂവും. അതുപോലെ തന്നെ ഒരു ഡിസൈൻ മറുവശത്ത് ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ റണ്ണിങ് പോർഷനാണ്. റണ്ണിങ് പോർഷനിൽ കണ്ടത്. പിന്നെ ഷോൾഡർ പ്ലീറ്റാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലെ 3 ഡിസൈനാണ് അടുപ്പിച്ച് വരുന്നത്. നല്ലൊരു എലഗൻറ്റ് ലുക്കാന്ന് വെച്ചാൽ ഒത്തിരി കോൺട്രാസ്റ്റ് കളർ കോമ്പിനേഷൻ അല്ല, എന്നാൽ അത്യാവശ്യം നല്ലോണം എടുത്ത് നിൽക്കുന്ന കളറുമാണ്. ഇങ്ങനെ 3 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. അതുപോലത്തെ തന്നെ 3 ഡിസൈൻ ചെസ്റ്റ് സൈഡിലും ചെസ്റ്റിൻ്റെ അവിടെയും ഇതുപോലെ തന്നെ ഞെറിഞ്ഞു കൊടുക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്നത്. മുമ്പിലും അതുപോലെ തന്നെ നെഞ്ചോട് ചേർന്നിരിക്കുന്ന പോർഷനിലും ഡിസൈൻ സെയിം രീതിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫോക്കസ് ചെയ്തിരിക്കുന്ന ഫ്രണ്ട് സൈഡും അതുപോലെ തന്നെ മുന്താണിയും റണ്ണിങ് പോർഷനും അങ്ങനെയാണ്. ഇതിപ്പോൾ അഴിച്ചിട്ടാലും കാണാനുണ്ട്, അതുപോലെ തന്നെ ഞെറിഞ്ഞെടുത്താലും കാണാനുണ്ട്. അത്യാവശ്യം കാണുന്ന രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ താഴത്തോട്ട് ഇതിന് വർക്കൊന്നുമില്ല. ഈ ഒരു ഇപ്പോൾ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു പാറ്റേൺ ഡിസൈനിങ്ങേ ഉള്ളൂ. താഴെ ഇതിൻ്റെ വർക്കൊന്നും വരുന്നില്ല കേട്ടോ. ഇത് വിത്ത് ബ്ലൗസ് പീസാണ്. സെയിം കളർ മെറ്റീരിയലാണ്. അതിൻ്റെ അകത്താണ് നമ്മൾ എംബ്രോയ്ഡറി കുഞ്ഞ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വരുന്നത്. ഈ ഒരു സാരിയുടെ വർക്കിൻ്റെ ബാക്ക് സൈഡ് അങ്ങനെയാണ് വരുന്നത്. ഇതാണ് ബ്ലൗസിൻ്റെ സ്ലീവിൽ ഇതുപോലെ ഒരു കുഞ്ഞ് ഡിസൈൻ, ഒരു ഫ്ലവറും ലീവ്സും ആയിട്ടാണ് നമ്മൾ 2 സ്ലീവിൻ്റെ പടിയിലായിട്ട് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഇത് സോഫ്റ്റ് ഓർഗൻസയാണ് മെറ്റീരിയൽ. ഇത് റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 2450 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയൽ വിത്ത് ബ്ലൗസ് പീസ് ഷാഡോ വർക്കാണ് എംബ്രോയ്ഡറി വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് 2450.